പക്ഷേ ഇത്രയും കാലം നമ്മൾ പൂഴ്ത്തിവെച്ച ഒരു സാധനം പൂഴ്ത്തിവെച്ചു നമുക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയില്ല എങ്കിൽ പോലും അതങ്ങനെ തന്നെ വേണം ആൾക്കാർ വ്യാഖ്യാനിക്കുക എന്ന് വേണം എനിക്ക് പറയാൻ. ഇന്നത്തെ വാർത്താപ്പകൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് കേമ കമ്മിറ്റി റിപ്പോർട്ട്. നിങ്ങൾക്കറിയാം, ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വരാതിരിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ വിവരാവകാശ കമ്മീഷന്റെ നിർണായകമായ ഉത്തരവ് ഇന്നുണ്ടായി. വിവരാവകാശ നിയമപ്രകാരം വിലപ്പെട്ട വിവരമൊഴിച്ച് മറ്റൊന്നും മറച്ചു വയ്ക്കരുത്. അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ കൈമാറരുത്. എന്നാൽ മറ്റു കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ടിനെ കുറിച്ചാണ് അത് പുറത്തുവിടണം എന്ന് അദ്ദേഹം ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇതോടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നു. 2019 അവസാനത്തോടെ സർക്കാരിന് മുന്നിൽ കമ്മിറ്റി റിപ്പോർട്ട് എത്തിയെങ്കിലും പിന്നെ അതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള മിണ്ടാട്ടവുമില്ല. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടവരോടൊക്കെ വരട്ടെ, ആലോചിക്കാമെന്നായിരുന്നു മറുപടി. അവരുടെ അഭിപ്രായം ഇപ്പം അവർ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വിടണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ. വിടാൻ പാടില്ലെന്ന് എഴുതി തന്ന ആൾ തന്നെ പറഞ്ഞിരിക്കും പിന്നെ വിടാൻ പറ്റും. അതിനെന്തിനാ അത്ര വാശി പിടിക്കുന്നത്? എന്താണ് ഇതിൻ്റെ നമ്മുടെ ഇഷ്യൂ? ഈ മേഖലയെ പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷിതത്വ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാണല്ലോ എല്ലാവരുടെ അഭിപ്രായം. അങ്ങനെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നിയമം നിർവഹിക്കുക. ഹേമ കമ്മീഷൻ പൂഴ്ത്തിവെക്കുന്ന സർക്കാർ നിലപാട് ചോദ്യം ചെയ്തതിനോടുള്ള സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണമാണിത്. 2018 മെയ്യിലാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത്. ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ഒരു കമ്മീഷനെ നിയമിക്കുന്ന രാജ്യത്തെ തന്നെ അപൂർവ സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗംഭീര വരവേൽപ്പാണ് കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന് ലഭിച്ചത്. സിനിമാ മേഖലയ്ക്കകത്തും പുറത്തുമുള്ളവർ പിന്തുണച്ചു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വഴിവെച്ചു. ഒടുവിലത് ഹേമ കമ്മീഷൻ രൂപീകരണത്തിലെത്തി. ഒന്നര വർഷത്തിന് ശേഷം 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയിൽ വലിയ മാറ്റം കൊണ്ടുവരുന്ന റിപ്പോർട്ടാണിതെന്ന് അനുമാനിക്കപ്പെട്ടു. പക്ഷേ സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായില്ല. WCC അടക്കമുള്ള സംഘടനകൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ വഴങ്ങിയില്ല. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക പീഡനം, തൊഴിൽപരമായ വിവേചനം, ലിംഗവിവേചനം എന്നിവ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുവെന്നാണ് സൂചന. സിനിമകളിൽ അവസരം ലഭിക്കുന്നതിന് ലൈംഗികാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന സാഹചര്യം, ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാവാത്ത അവസ്ഥ, അതിക്രമങ്ങൾക്കൊപ്പം അശ്ലീല പദപ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നു തുടങ്ങി കടുത്ത ചൂഷണങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നാണ് അനൌദ്യോഗിക വിവരം. മാത്രവുമല്ല, സിനിമാ മേഖലയിലെ ഉന്നതർക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷന് സർക്കാർ ചെലവാക്കിയത് 1 കോടിക്ക് മുകളിൽ തുകയെന്നാണ് വിവരം. റിപ്പോർട്ടിന്മേൽ നടപടിയുണ്ടായാൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉപകാരപ്രദമായിരിക്കുമെന്നായിരുന്നു ജസ്റ്റിസ് ഹേമയുടെ നിലപാട്. എന്നിട്ടും സർക്കാർ അനങ്ങിയില്ല. 5 വർഷമായി സർക്കാർ ഫയലിൽ വിശ്രമം കൊള്ളുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. നടിമാർ മുതൽ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ വരെ നേരിട്ട് കണ്ട് മൊഴി രേഖപ്പെടുത്തിയാണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സിനിമാ മേഖലയിലെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും അടങ്ങിയ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇതുവരെ ഈ റിപ്പോർട്ടിന്മേൽ ഒളിച്ചു കളിച്ച സർക്കാരിനുള്ള തിരിച്ചടിയാണ്. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വിവരാവകാശ കമ്മീഷനുടെ നിർദ്ദേശമനുസരിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കമ്മീഷൻ ആരെയും പേരെടുത്ത് വിമർശിച്ചിട്ടില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. നമ്മൾ വിലക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുവിടുന്നതിന് ഗവൺമെൻറ്റിന് യാതൊരു കുഴപ്പമില്ല. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ മാർഗരേഖ അനുസരിച്ച് അതിനാവശ്യമായ നിലപാടുകൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സ്വീകരിക്കും. കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം നിയമപരമായി പഠിച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പുറത്തുവിടണം എന്നത് സംബന്ധിച്ച് തീരുമാനിച്ച് അത് പുറത്തുവിടും. ഒരു വ്യക്തിയെ പേരെടുത്ത് ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടില്ല. ചില സംശയങ്ങൾ, ചില സാഹചര്യ തെളിവുകളൊക്കെയാണ് അവർ പറയുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിയമം അനുസരിച്ച് ഒരു കേസിനോ മറ്റു കാര്യങ്ങളോ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ പറയുന്ന ഒരു വ്യക്തിയുടെ പേരില്ലാത്തതിനാൽ ഏതെങ്കിലും ആൾക്ക് ആരെയെങ്കിലും ഉദ്ദേശിച്ചാണോ ഈ കമ്മീഷൻ പറഞ്ഞത് നമുക്കറിയില്ല.
സിനിമാ മേഖലയിൽ രാജ്യത്ത് ആദ്യമായിട്ടാണ് പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. WCC അംഗങ്ങൾ ഉൾപ്പെടെ 60-ലേറെ സിനിമാ പ്രവർത്തകരുടെ വിശദമായ മൊഴി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രേഖപ്പെടുത്തിയെന്നാണ് അറിയുന്നത്. അതുപോലെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അധ്യക്ഷനായ 3-അംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ചലച്ചിത്ര നടി ശാരദയും ഇതിൽ അംഗമായിരുന്നു. 1,65,00,000 രൂപയാണ് ഈ കമ്മിറ്റിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. എന്തായാലും സ്വകാര്യത വിഷയം ഉന്നയിച്ചാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇത്രയും നാൾ പൂഴ്ത്തിവെച്ചത് എന്നൊക്കെ ആളുകൾ പരാതി പറയുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത്? അത് ഞങ്ങൾ അന്വേഷിച്ചു. തീർച്ചയായിട്ടും നിറയേട് തന്നെയാണ്. സിനിമാ ഫീൽഡെന്ന് മാത്രമല്ല, എല്ലാ മേഖലകളിലും സ്ത്രീ പുരുഷ വൈവിധ്യം എല്ലാവർക്കും ചൂഷണങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ളൊരു ചൂഷണം നടന്ന സ്ഥിതിക്ക് അതിന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച് അതിന് ഇത്രയും നിയമസാധ്യത എല്ലാം പുറത്തു വന്ന സ്ഥിതിക്ക് പൂഴ്ത്തിവെക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ഇങ്ങനെയുള്ളതൊക്കെ പൂഴ്ത്തിവെക്കപ്പെടുമ്പോൾ നമുക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെടുകയല്ലേ ചെയ്യണേ. അപ്പോൾ തീർച്ചയായിട്ടും ഏത് പാർട്ടിക്കാരായാലും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് മുൻതൂക്കം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തെറ്റാണ്. അത് പിന്നെ എന്താണ് സിനിമാ മേഖലയിൽ മാത്രം അതുകൊണ്ടല്ലേ, അല്ലെ പുറത്തായിരുന്നെങ്കിൽ അവർ ഒരു പക്ഷേ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. റിപ്പോർട്ട് പുറത്ത് വരണതായിട്ട് അതിൻ്റെ കുറ്റങ്ങളെ കണ്ടെത്താൻ വേണ്ടി റിപ്പോർട്ട് പുറത്ത് വരണമെന്നുണ്ട്.